ഇപ്പോൾ വരുന്ന ഒരു അപകട വാർത്തയിലേക്ക് നമ്മൾ കയറുകയാണ്. ശക്തമായ മഴയിലും കാറ്റിലും നേര്യമംഗലത്തിനടുത്ത് വല്ലാഞ്ചിറയിൽ വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. കാറിനും KSRTC ബസിനും മുകളിലേക്കാണ് മരം വീണത്. 3 പേർക്ക് പരിക്കേറ്റു. അതിൽ കാർ യാത്രക്കാരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഗർഭിണി ഉൾപ്പെടെയുള്ളവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. റിയ ബേബി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. റിയ, ഈ അപകടം എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, എത്ര പേർക്ക് പരിക്കേറ്റു, വാഹനങ്ങളിൽ എത്ര പേർ ഉണ്ടായിരുന്നു, ആരോഗ്യസ്ഥിതി ഒരാളുടെ ഗുരുതരമെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? നേര്യമംഗലത്ത് വില്ലഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്പസമയം മുമ്പ് ഈ അപകടം ഉണ്ടായത്. കൊച്ചിയിലേക്ക് എറണാകുളം ഭാഗത്തേക്ക്, കോതമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓൾട്ടോ കാറാണ്. ഇതിൽ സഞ്ചരിച്ചിരുന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾക്കാണ് നില ഗുരുതരമായത്. ഗുരുതര പരിക്കുകളുണ്ട് അയാൾക്ക്. അയാളെ ആംബുലൻസ് മാർഗം കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റു 3 പേർക്കും പരിക്കുകളുണ്ട്. അതിലൊരാൾ ഗർഭിണി കൂടിയാണ്. അങ്ങനെ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ആ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ വലിയ മരമാണ്, പടുകൂറ്റൻ മരമാണ്. അത് കാറിന്റെ മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ഈ പ്രദേശത്ത് കാറ്റും മഴയും ശക്തമായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ചിലർ പറയുന്നത്. അങ്ങനെ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്താണ് ഇങ്ങനൊരു മരം കടപുഴകി വീണതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാറ് പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണുള്ളത്. രക്ഷാപ്രവർത്തനം അടക്കം പ്രദേശത്ത് നടക്കുന്നുണ്ട്. കോതമംഗലത്ത് നിന്നും ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് പലയിടങ്ങളിലും, റോഡിൽ പലയിടങ്ങളിലും വാഹനം വലിയ തോതിൽ കടപുഴകി വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം കുറച്ച് ദുഷ്കരമാണ്. വാഹനങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ളത്. ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതരാവസ്ഥയിൽ ആയിരുന്ന ആളുടെ മരണം ആണ് സ്ഥിരീകരിക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ഈ അപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മറ്റു 3 പേർക്കും പരിക്കുകളുണ്ട്. അത് പക്ഷേ അതീവ ഗുരുതരമല്ല എന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. ഗർഭിണി അടക്കമുള്ള 3 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ. ഒപ്പം തന്നെ തൊട്ട് പിന്നാലെ വന്ന KSRTC ബസിന്റെ മുകളിലേക്കും ഈ മറ്റൊരു മരത്തിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട് എന്നും അവിടെയുള്ളവർ പറയുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്ന KSRTC ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അവിടെയുള്ള ചില ആളുകളുടെ നമ്പർ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കാറിൽ സഞ്ചരിച്ചിരുന്ന 4 പേരാണ്. അതിൽ ഒരാൾ മരണപ്പെട്ടു. മറ്റു 3 പേർക്ക് ഗുരുതര പരിക്കുകളുണ്ട്. അതിലൊരാൾ ഗർഭിണിയാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ വഴിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുള്ളതിനാൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കോതമംഗലത്തു നിന്ന് ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഊന്നുകൽ സ്റ്റേഷനിൽ നിന്നുള്ള യൂണിറ്റുകൾ കൂടി, SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അവിടേക്ക് പോയിട്ടുണ്ട്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലടക്കം വേണ്ട ക്രമീകരണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കനത്ത കാറ്റായിരുന്നു പ്രദേശത്തുനിന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു. അതാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ കാരണമെന്ന് വ്യക്തമാകുന്നുണ്ട്. ആ മരം വീണ കാറിന്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ ആ അപകടത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നതാണ്. കാർ പൂർണ്ണമായും തകർന്ന രീതിയിലാണ്. അവിടെ ഉണ്ടായിരുന്ന JCB അടക്കം എത്തിച്ച് ഈ മരം കാറിന്റെ മുകളിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഈ ഗുരുതരമായി പരിക്കേറ്റയാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് അതിവേഗം എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. നാട്ടുകാരടക്കം അവിടെയുണ്ട്. KSRTC ബസിന്റെ പിൻഭാഗത്തേക്ക് കൂടി ഈ മരം വീഴുന്നു. നമുക്ക് അതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. KSRTC ബസിന്റെ പിൻഭാഗത്തേക്കായിട്ടാണ് മരം വീണത്. ആ ബസിന്റെ പിൻഭാഗം തകർന്നിട്ടുണ്ട് മരം വീണ്. യാത്രക്കാരുടെ പരിക്കുകൾ സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ KSRTC ബസിന്റെ പിൻഭാഗത്തേക്ക് കൂടി മരം വീഴുകയും ബസ് തകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. യാത്രക്കിടെ മരം കടപുഴകി വീണ് ഒരാൾ മരണപ്പെട്ടു. മറ്റു 3 പേർക്ക് ഗുരുതര പരിക്ക്. KSRTC ബസ്സിലുള്ളവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നാലെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായപ്പോൾ ആ ബസ്സിലും വാഹനങ്ങളിലും ഉണ്ടായിരുന്നവരടക്കം പുറത്തിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്രെയിൻ JCB ഉപയോഗിച്ച് ഈ കാറിന്റെ മുകളിൽ നിന്ന് മരം മാറ്റിയ ശേഷമാണ് ആളുകളെ പുറത്തെടുക്കാൻ കഴിയുകയും ചെയ്തത്. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്യന്തം ദാരുണമായ സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നന്ദുഷ കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നന്ദുഷ, ഈ പരിക്കേറ്റ ആളുകൾ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു എന്നാണോ സ്ഥിരീകരിക്കുന്നത്? രക്ഷാപ്രവർത്തനം അതിവേഗം നടത്താൻ കഴിയാതെ പോയതാണോ? ഈ പ്രദേശത്തെ സ്ഥിതി മണ്ണിടിച്ചിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഖലയാണോ?
മരം വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നുവോ? എന്താണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂട്ടത്തിൽ ഒരു ഗർഭിണി കൂടി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പരിക്ക് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? പ്രതീഷ്, ഈ മേഖല സ്ഥിരമായി മഴയത്ത് മരം വീഴുന്ന ഒരു പ്രദേശമാണ്. ഇത്തരത്തിൽ റോഡിലേക്ക് ചാഞ്ഞു വന്നിരുന്ന ഒരു വലിയ മരമാണ് ഇത്തരത്തിൽ KSRTC ബസ്സിനും കാറിനും മുകളിലായി വീഴുന്നത്. ഈ ബസ് മൂന്നാറിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. അതിന് തൊട്ട് പിന്നിൽ മനോജ് അതുവഴിയുള്ള ഒരു യാത്രക്കാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, എന്താണ് താങ്കൾ കണ്ട കാര്യങ്ങൾ? ഒരു മരണം കൂടി സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. താങ്കൾക്ക് ലഭ്യമായ കാര്യങ്ങൾ പങ്കുവെച്ചാൽ. മൂന്നാറിൽ നിന്ന് പോയിട്ട് KSRTC ഉണ്ടായിരുന്നു. അതിന് പുറകിലായിട്ട് ഒരു ആൾട്ടോ കാർ ഉണ്ടായിരുന്നു. ഇടുക്കി രജിസ്ട്രേഷൻ കാറായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ തൊട്ട് ഈ ഭാഗത്ത് നല്ല മഴയായിരുന്നു. നേരിമംഗലത്തിനും പൂന്നുകലിനും ഇടയ്ക്ക് വില്ലഞ്ചിറ ഭാഗത്ത് വെച്ചാണ് അവരുടെ റോഡ് സൈഡിൽ നിന്ന് വലിയൊരു മരം കടവഴി വീഴുമായിരുന്നേ. അത് കാറിന് മുകളിലാണ് ഭൂരിഭാഗവും വീണത്. ആ വീണപ്പോൾ തന്നെ എല്ലാവരും ഓടിക്കൂടുകയും പിന്നെ ഫയർഫോഴ്സൊക്കെ വരികയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ കാറ് വെട്ടിപ്പൊളിച്ചാണ് നമ്മൾ ആളെ പുറത്തെടുത്തിരിക്കുന്നത്. രണ്ടുപേരെ ഒരു 15-20 മിനിറ്റ് രക്ഷപ്പെടുത്താൻ സാധിച്ചായിരുന്നു. മരം ഒന്നും നമുക്ക് ഒരു ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ മരമായിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുകളിലായിരുന്നു മൂന്നാമത്തെ ആളെ പുറത്തെടുത്തത്. പുള്ളിക്ക് വലിയ അനക്കവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ അവസ്ഥ നമുക്കറിയത്തില്ല. അത് ആംബുലൻസ് കയറി കൊണ്ടുപോകുകയും ചെയ്തായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു വനിത ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഗർഭിണിയാണോ എന്ന് സംശയിക്കുന്നു, കറക്റ്റ് അറിയത്തില്ല. അതിനകത്ത് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അതെ ഒരുപാട് കാറ് മനോജ്, ഈ മരം ആ രീതിയിൽ ഒരിക്കലും ഒരു പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം കാറ് തകർന്നു പോയല്ലേ? അതെ അതെ അതെ, പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയ മരമായിരുന്നു. JCBയും ഫയർഫോഴ്സുകാരും എല്ലാ ഒരു വെൽഡിങ്ങുകാർ അവരൊക്കെ വന്നാണ് നമ്മളത് രക്ഷപ്പെടുത്താൻ പറ്റിയത്. പക്ഷേ മരം നമുക്ക് റോഡ് സൈഡിൽ നിന്ന് മരം വലിയ വലിപ്പമുള്ളതായിരുന്നു. ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. എത്ര മണിയോടെയായിരുന്നു സംഭവം? ഏകദേശം ഇപ്പൊ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ മുകളിലായി. 1.5 മണിക്കൂറോളമായി കാണും. വഴി ബ്ലോക്കാണ് ഇപ്പോഴും. ഇതുവരെ മരം മുറിച്ച് മാറ്റാൻ സാധിച്ചിട്ടില്ല, മുഴുവനായിട്ട് മാറ്റാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് ബ്ലോക്കാണ് ഇപ്പോൾ. ഈ പരിക്കേറ്റവരെ എല്ലാവരും ആശുപത്രിയിലേക്ക് മാറ്റിയോ? എല്ലാവരും തന്നെ ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മുമ്പിൽ പരിക്കേറ്റ ഒരാൾ അപ്പോൾ തന്നെ മരിച്ചിരിക്കണം അല്ലേ? ആ, പരിക്കേറ്റുന്ന ഒരാളെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അത് എടുക്കാൻ സമയം എടുത്തായിരുന്നു. ഏകദേശം അരമണിക്കൂർ സമയം എടുത്തായിരുന്നു ചേട്ടനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ആൾട്ടോ കാർ ആയിരുന്നു അല്ലേ? ആ, ഒരു KL6 3410 ആൾട്ടോ കാറായിരുന്നു. ഈ പ്രദേശത്ത് ഇങ്ങനെ മണ്ണിടിച്ചിലും മരമൊക്കെ വീഴുന്ന ഒരു രീതി ഉണ്ടായിരുന്നു? അങ്ങനെ ഭീഷണി മരങ്ങൾ ഉണ്ടായിരുന്നു? അല്ല, പൊതുവെ ഈ ഏരിയയിലാണ്. നേരിമംഗലം തൊട്ട് കോതമംഗലം വരെയുള്ള ഭാഗങ്ങൾ, അടിമാലി തൊട്ട് കോതമംഗലം വരെ പറയാം. ആ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വലിയ വലിയ മരങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരിക്കല് നമ്മൾ മനസ്സിൽ വരുന്നത് കോതമംഗലത്തിൽ പോകുന്ന വഴിക്ക് ഒരു മരം വീണ് സ്കൂൾ ബസ്സിന് മുകളിൽ വീണത് നമ്മൾ ഓർമ്മ വരുന്നുണ്ട്. ഏകദേശം 5-8 വർഷങ്ങൾക്ക് മുമ്പ്. ഈ ബസ്സും അവിടേക്ക് വരുമ്പോഴാണോ അപകടത്തിൽപ്പെടുന്നത്? അതെ അതെ, ബസ്സിന്റെ തൊട്ട് പുറകിലായിരുന്നു ഈ കാറും പൊയ്ക്കൊണ്ടിരുന്നത്. ആ അപകടത്തിൽപ്പെട്ട ബസ്സിൽ ഞാൻ മൂന്നാറിൽ നിന്ന് അടിമാലി വരെ യാത്ര ചെയ്തവനാണ്. എനിക്ക് തൊടുപുഴയ്ക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് അടിമാലിയിൽ നിന്ന് വേറൊരു ബസ്സിൽ മാറി കയറുകയും തൊട്ട് പുറകിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ എങ്ങനെയാ മരം വീണോ ബസ്സിന് മുകളിലേക്കും? ആ, ബസ്സിന്റെ ബാക്ക് വശവും വെട്ടിപ്പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ. അവിടെ യാത്രക്കാർ കുറവായിരിക്കണമല്ലേ? അതിന് വലിയ കാര്യം പരിക്കുണ്ടായിരുന്നില്ല. ബസ്സിനാണെങ്കിൽ ഹൈറ്റ് കൂടുതലായിരുന്നുകൊണ്ടും വലിയ പരിക്കുകളില്ല, ആൾക്കാർക്ക് വലിയ പരിക്കുകളില്ല ബസ്സിലുണ്ടായിരുന്നു. എന്ത് മരമായിരുന്നു മനോജ്? എന്തും മരമായാലും നമുക്ക് ഊഹിച്ചെടുക്കാൻ വലിയ മരമായിരുന്നു. അത് പ്രയാസമാണ്. എന്നാലും വലിയ കാലപ്പഴക്കമുള്ള മരമായിരുന്നു. JCB പോലും കനം കൂടിയ മരമായിരുന്നു. JCB പോലും ഇപ്പം 3/4 മണിക്കൂർ അല്ലെ 1 മണിക്കൂറായിട്ട് ഇത് തീർത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. ഓട്ടിന്ന് മുറിച്ച് മാറ്റാൻ പറ്റിയിട്ടില്ല. ആ രീതിയിലുള്ള വലിയ മരമായിരുന്നു. അവിടെ ഇനി ആ മരത്തിന്റെ ബാലൻസ് ഭാഗം ഇനിയും നിൽപ്പുണ്ട്, നിൽപ്പുണ്ട്. ഇലക്ട്രിക് ലൈനൊക്കെ അതിന് മുകളിലേക്കൊക്കെയാണ്. ഇലക്ട്രിക് ലൈനും കേബിൾ ലൈനും എല്ലാം പൊട്ടി റോട്ടി കിടക്കുകയാണ്. പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ കാറിനുള്ളിൽ അകപ്പെട്ടു പോയത് കൊണ്ടാണ് ഇവരെ ഇറക്കാൻ കഴിയാതെ പോയതല്ലേ? അതെ അതെ അതെ, മരം വലിയ മരമായിരുന്നതുകൊണ്ടും ഈ കാറിന് മുകളിൽ വീണതുകൊണ്ടുമാണ് താമസിച്ചത്. ഇവരെ പുറത്തെടുക്കാൻ വേണ്ടി താമസിച്ചത്. മനോജ് കാണുമ്പോൾ ബാക്കിയുള്ളവരുടെ, കാരണം ഒരു ഗർഭിണിയായ സ്ത്രീ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടത്? അത് ഏകദേശം നമ്മൾ കണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ പിന്നെയാണ് ആ ചേച്ചിക്ക് പുറത്തെടുക്കാൻ സാധിച്ചത്. എങ്കിലും ആ ചേച്ചി വലിയ കുഴപ്പമില്ല, കൈക്കൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കൈക്കും കാലിനൊക്കെ വേദന ഉണ്ടെന്ന് മാത്രം ചെറിയൊരു മൂളിച്ച സൗണ്ടിൽ പറഞ്ഞായിരുന്നു.
എങ്കിലും അപ്പൊ തന്നെ ആംബുലൻസ് മറ്റും ഒക്കെ ആശുപത്രിയിലോട്ട് മാറ്റിയില്ലായിരുന്നു തന്നെ. ഈ മൂന്നാമതെടുത്തിട്ട് ചേട്ടനെയാണ് നമ്മൾ ലേറ്റ് ആയത് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ചേട്ടനടുത്ത് മാത്രം ഒരു പ്രതികരണവും നമുക്കൊരു അനക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്ഥിരീകരിച്ചൊന്നും പറയാതിരിക്കുന്നത്. ഈ ഫയർഫോഴ്സ് അപ്പോഴേക്കും എത്തിയോ? എപ്പോഴെത്തി ഫയർഫോഴ്സ്? ഫയർഫോഴ്സ് സംഭവം നടന്ന ഏകദേശം 15 അല്ല 10 മിനിറ്റ് ഫയർഫോഴ്സ് ഒക്കെ എത്തിയായിരുന്നു. കറക്റ്റ് സമയത്ത് ഫയർഫോഴ്സ് ഒക്കെ എത്തിയായിരുന്നു. ഈ ഗുരുതരമായി നാട്ടുകാരുടെ ഊർജ്ജമായ പ്രവർത്തനങ്ങളാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചു തന്നെ. ഈ ഗുരുതരമായി പരിക്കേറ്റ ആള് അപ്പോൾ തന്നെ അനക്കമില്ലാതെ മാറിയല്ലേ? നമ്മൾ കാണുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് എവിടെയുള്ളവരാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ഇല്ല. കാരണം എല്ലാവരും രക്ഷാപ്രവർത്തനം രീതിയിലും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നോണ്ട് അങ്ങനെ ആരും ചോദിച്ചുള്ള മെനക്കെടാൻ നിന്നില്ലായിരുന്നു. ഇപ്പോഴും മഴ പെയ്യുകയാണോ? ഓരോരുത്തർ ഇപ്പൊ മഴ ഒരു ചെറിയൊരു ശമനം ഉണ്ടെന്നേ ഉള്ളൂ. മഴയുണ്ടെന്നാലും എല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനങ്ങളിലും ആ ഒരു ഉത്സാഹം കാണിച്ചുകൊണ്ട് അത്രയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഈ കാറ്റിന്റെ രീതി എങ്ങനെയായിരുന്നു? ശക്തമായ കാറ്റ്, അതായത് നമ്മൾ ഈ പതിവിനും അല്പം കനത്ത കാറ്റായിരുന്നു അല്ലേ? പൊതുവെ ജൂൺ ജൂലൈ മാസം ആയി കഴിയുമ്പോഴത്തേനും ഈ ഭാഗത്ത് നല്ലൊരു കാറ്റുള്ളതാണ്. പിന്നെ മരവും വലിയ വലിയ മരങ്ങളാണ് റോഡ് സൈഡിൽ നിൽക്കുന്നത്. ഹൈറേഞ്ച് ഏരിയ ആകുമ്പോൾ തന്നെ മരങ്ങൾ റോഡ് സൈഡിലുള്ള മരങ്ങൾ പൊതുവെ കടപഴകി വീഴുന്നതാണ്. തീർച്ചയായും വളരെ നന്ദി മനോജ്, താങ്കൾക്ക് ലഭ്യമായതും താങ്കൾ കണ്ടതുമായ കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെച്ചതിന്. നന്ദുഷ തുടരുന്നുണ്ട്. നന്ദുഷ, ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുന്നു, വലിയ മരമായിരുന്നു, രക്ഷപ്പെടുത്താൻ കാലതാമസമുണ്ടായിരുന്നു, ബാക്കിയുള്ള ആളുകൾക്ക് അനക്കമുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെയൊക്കെ കാര്യങ്ങളാണ് പങ്കുവെച്ചത്. കൂട്ടിച്ചേർക്കാൻ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും നന്ദുഷ ഉണ്ടെങ്കിൽ? മനോജ് പറഞ്ഞതുപോലെ തന്നെ KCBയും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ ഒരാൾ ഏതാണ്ട് പ്രതികരണം നശിച്ച നിലയിലായിരുന്നു, തീരെ പ്രതികരണം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഈ അപകടത്തിൽ അദ്ദേഹത്തിന് ഏറ്റത്. വളരെ വലിയ ഒരു മരമാണ്, നല്ല കാലപ്പഴക്കം ചെന്ന വർഷങ്ങളായി അവിടെ റോഡിനോട് ചാഞ്ഞു നിന്നിരുന്ന ഒരു മരമാണ് ഇത്തരത്തിൽ ബസ്സിനും കാറിനും മുകളിലായി വീണത്. കാർ പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. അതിനാൽ തന്നെ വെട്ടിപ്പൊളിച്ച് തന്നെ ഈ ആളുകളെ 3 പേരെയും പുറത്തിറക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഒരാളുടെ മരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. കാര്യം അത്രയും ഗുരുതരമായ തരത്തിലായിരുന്നു അദ്ദേഹത്തിനേറ്റ പരിക്കുകൾ. മറ്റു 2 പേരും തന്നെ പ്രതികരിക്കുന്ന നിലയിലായിരുന്നു. അവർ നേരിയ തോതിൽ സംസാരിക്കുന്നോ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ റോഡിലേക്ക് തന്നെ മരം കിടക്കുകയാണ്. ഗതാഗത തടസ്സമൊക്കെ നിലവിലുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഉച്ച മുതൽ തന്നെ നല്ല കാറ്റാണ് മേഖലയിൽ വീശുന്നത്. അതിശക്തമായ കാറ്റാണ്. ഊന്നുകളിലെ ഈ പ്രദേശത്ത് മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ മരം വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുത ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഫയർഫോഴ്സ് എത്തി മറ്റിടങ്ങളിൽ വീണ മരവും കൂടി മുറിച്ചു മാറ്റി വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ നമുക്കറിയാൻ കഴിയുന്നത്.